അവിടെ ഡെത്ത് ആനിവേഴ്സറി നടന്ന ഒരു കുട്ടിക്ക് വേണ്ടി ഡാൻസ് കളിച്ചെന്ന് പറഞ്ഞു. ആ ഡാൻസ് കളിച്ചവനെ ഞാൻ എൻ്റെ പറമ്പിൽ നിന്ന് ഓടിച്ചേനെ. അത് കൊടുത്തേക്കണം വാർത്തയിൽ. ഇവിടെ വന്ന് ഡാൻസ് കളിച്ചില്ല, ഞാൻ അവനെ കണ്ടിരുന്നെങ്കിൽ ഞാൻ അവനെ പറപ്പിച്ചു വിട്ടേനെ. ഒരാളുടെ മരണ ദിവസം, ഇപ്പം എൻ്റെ വീട്ടിൽ എൻ്റെ പപ്പ മരിച്ചു പോയതാണ്. എൻ്റെ പപ്പ മരിച്ച ദിവസം ഞങ്ങൾ അന്നത്തെ ഒരു ദിവസം ഞങ്ങൾക്ക് തലേന്ന് തൊട്ടേ ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഡിപ്രഷനാണ്. കാരണം നമ്മളെ വിട്ടുപോയി. അദ്ദേഹത്തിൻ്റെ ആ മരണ ദിവസം ഞങ്ങൾക്ക് അന്ന് ഓൾ ഡേ നമ്മുടെ മനസ്സിൽ അത് പല ചിന്തകൾ അദ്ദേഹത്തുമായിട്ടുള്ള ലൈഫിനെ പറ്റി. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് അവിടെ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ കേട്ടറിഞ്ഞതാണ്, ഏതോ ഒരു കുട്ടിക്ക് വേണ്ടി ഒരു തലയ്ക്ക് യാതൊരു ബോധവും ഇല്ലാത്ത ഒരു വ്യക്തി, ഇലവലേശം, ഇവരൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ, സോഷ്യൽ മീഡിയ താരങ്ങളെന്നല്ലേ നിങ്ങൾ വിളിക്കുന്നത്, എന്നെ ഇതിനു വേണ്ടി കല്ലെറിഞ്ഞു, എനിക്ക് കുഴപ്പമില്ല. ലെവലേശം ബോധമുള്ള ഒരു വ്യക്തികളാണെങ്കിൽ ഒരു മരണത്തിൻ്റെ ഡെത്ത് ആനിവേഴ്സറിക്ക് 2ാം ചരമവാർഷികത്തിന് വന്നിട്ട് ആ മുറ്റത്ത് വന്ന് കിടന്നിട്ട് പേക്കോലം കളിച്ച് ഡാൻസ് ചെയ്യുമോ? ഞാൻ അന്ന് ഇവിടെ ഇല്ലായിരുന്നു, ഞാൻ ഫ്യൂണറൽ സർവീസിന് വേണ്ടി ഞാൻ വന്നു കഴിഞ്ഞ് വൈകിട്ടാണ് മൊബൈലിനകത്ത് ആൾക്കാരെന്നെ കൊണ്ട് കാണിക്കുന്നത്, അച്ഛാ ഫ്യൂണറലിൽ അന്ന് ഡാൻസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം മുമ്പേ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമാണ്. റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം വന്നു കഴിഞ്ഞു. അതിനകത്ത് റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ, അത്രേ ഉള്ളൂ എനിക്ക് ഉത്തരം. കാരണം എൻ്റെ വീടിനോട് ചേർന്ന്, ഞാൻ വീട് വെക്കാൻ പോകുന്ന അതേ പ്ലോട്ടിനോട് ചേർന്ന് പ്ലോട്ട് കൊടുത്തോണ്ടാ. റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലെന്ന് പൊതുസമൂഹം ഇനി മനസ്സിലാക്കട്ടെ. ഞാൻ ചെയ്തു പോയി. കുർബാനയ്ക്ക് പറയാം, എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ.